എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പം ട്രുഹിയോയിലാണുള്ളത്. പെറുവിലെ ട്രുഹിയോ എന്ന സ്ഥലത്താണുള്ളത്. ഇവിടുന്ന് ഞാൻ ലിമയ്ക്ക് പോവുകയാണ്. ഏകദേശം 500 കിലോമീറ്ററാണ് ഇവിടുന്ന് ഉള്ളത്. ഏതാണ്ട് 8 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട്. ഫുള്ള് ഡെസേർട്ടിൽ കൂടെയാണ് പോകുന്നത്. ഡെസേർട്ടിൽ ഒരു സൈഡിൽ കടലും ഒരു സൈഡിൽ ഡെസേർട്ടുമാണ്. ഇവിടെ മൊത്തം ഡെസേർട്ട് ആണെങ്കിലും ഇവരെല്ലാം കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. കരിമ്പിൻ്റെ കൃഷിയാണ് കൂടുതലും കാണുന്നത്. പിന്നെ വേറെന്തോ ചെറിയ എന്തോ ഒരു ചെടി പോലെ കാണുന്നുണ്ട്, എന്തോന്നറിയില്ല. അതൊന്ന് അടുത്ത് പോയി നോക്കണം അവസരം കിട്ടുമ്പോൾ. നമ്മളങ്ങനെ ഒരു ടോൾ ബൂത്തിലെത്തി. ഇവിടെ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇവിടെ കാർഡ് എടുക്കും. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡൊക്കെ ഉപയോഗിക്കാം നമുക്ക് ഇവിടെ പേ ചെയ്യാനായിട്ട്. മറ്റുള്ള രാജ്യങ്ങളിലൊന്നും അങ്ങനെയുള്ള ഫെസിലിറ്റി ഇല്ല. ഇവിടെ മാത്രമേ ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ അങ്ങനെ ഒരു ഫെസിലിറ്റി. ഇവിടെ 8.5 സോളോ ആയിരുന്നു ഇവിടുത്തെ ചാർജ്. കാർഡ് വെച്ച് പേ ചെയ്തു, അതുകൊണ്ട് എളുപ്പമായിരുന്നു കാര്യങ്ങൾ. നമ്മൾ മരുഭൂമി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം 400 കിലോമീറ്ററോടെ പോകാനുണ്ട്. നമ്മളാകെ 100 കിലോമീറ്ററേ കവർ ആയിട്ടുള്ളൂ. ഇനിയും എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ നിർത്തണം. കുക്കിംഗ് ഇപ്പം ചെയ്യാറില്ല, കുറച്ച് നാളായി. ഉച്ചയ്ക്ക് ഏകദേശം 1:30 അപ്പം ഞാൻ ഫുഡ് കഴിക്കുന്ന റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. ഇപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഓൺലൈനിങ് ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാനും വന്ന് ഇവിടെ കയറാമെന്ന് വിചാരിച്ചു. ഓൺലൈനിങ്ങിന് ആൾക്കാരെല്ലാം ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ തോന്നുന്നു. എന്തായാലും നമുക്കും ഒന്ന് കയറി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ആയിട്ട് കൊള്ളാം. ഓല ഇവിടുത്തെ മെനു ഇതാണ്. മൊത്തം സ്പാനിഷിലാണ്, ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഇത് ഓർഡർ ചെയ്തു. ചിക്കനും വേറെന്തൊക്കെയാണ്, റൈസും ഒക്കെയാണെന്നാണ് പറഞ്ഞത്. വരുമ്പോൾ അറിയാം എന്താണെന്നുള്ളത്. ഫുഡ് വന്നു. ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്. കണ്ടിട്ട് ഫ്രൈഡ് റൈസ് പോലെയൊക്കെ ഉണ്ട്. ഇനി കഴിച്ചിട്ട് ബാക്കി യാത്ര തുടരാം. ഇതിൻ്റെ ഓണർ ഒരു ബുക്ക് വന്നു. ഇന്ത്യയിൽ നിന്ന് വന്ന ആൾക്കാർ 2 പേര്. ഞാൻ ഇവരുടെ യൂട്യൂബ് നേരത്തെ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. ഇതാണ് അവർ 2 പേരും. അവരിപ്പം ഇന്ത്യയിൽ നിന്നാണെങ്കിൽ യൂറോപ്പിലൂടെ ട്രിപ്പൊക്കെ നടത്തുന്നുണ്ട്. അവരിവിടെ വന്നിട്ടുണ്ടായിരുന്ന പറയുന്നവർ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇവിടുന്ന്. ഞാൻ ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇവർ പൈസ മേടിക്കുന്നില്ല. ഇവർ പറഞ്ഞ് ഫ്രീ ആണ്, ഇവിടുന്ന് ഓൺലൈൻ ചെയ്യുന്നവർക്ക് ഫ്രീ ആണെന്ന് പറയും. ഞാൻ എത്ര നിർബന്ധിച്ചിട്ടും അവർ ഫുഡിന് പൈസ മേടിച്ചില്ല. ഇനി അങ്ങോട്ട് റോഡൊന്നും കാണാൻ പറ്റുന്നില്ല, മൊത്തം മഞ്ഞായി. 22 ഡിഗ്രിയാണ്, കാണാൻ പറ്റാത്തത്ര മഞ്ഞായി. അങ്ങനെ പെട്ടെന്ന് തന്നെ മഞ്ഞൊക്കെ മാറി വീണ്ടും നോർമൽ ടെമ്പറേച്ചറിലോട്ട് വന്നു. ഇപ്പം മഞ്ഞുമില്ല, ഒന്നുമില്ല. ഹൈവേയുടെ സൈഡിലെല്ലാം ചെറിയ ഇതുപോലത്തെ എന്തോ ഒരു ചെറിയ കെട്ടിടം കാണുന്നു. അപ്പോൾ ഞാൻ കയറി നോക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഇവരുടെ വീടാണോ എന്തോ അറിയില്ല, ആരെയും കാണുന്നില്ല. ആൾക്കാരൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് വീട് തന്നെയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. സംഭവം ഇവരുടെ വീട് തന്നെയാണ്. പലതിനും പൂട്ടൊക്കെ വെച്ച് പൂട്ടിയിട്ടുണ്ട്, കസേരയൊക്കെ ഇട്ടിട്ടുണ്ട് പുറത്ത്. ഇവിടെയൊക്കെ താമസിക്കുന്നവരെ സമ്മതിക്കണം. ഭയങ്കര തണുപ്പും ആണ് രാത്രിയിൽ, പകൽ നല്ല ചൂടും.
ഇവിടെ ഒറ്റ മനുഷ്യനെ കാണുന്നില്ല. ഇപ്പം താമസമില്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്. ലിമയ്ക്ക് പോകുന്നത് നാളത്തേക്ക് ആക്കി. ഇന്ന് ഇവിടെ സ്റ്റേ ആണ്, ഈ ഒരു റിസോർട്ടിൽ സ്റ്റേ ആണ്. അടിപൊളി വണ്ടിയൊക്കെ പുറത്തിറങ്ങി വരുന്നല്ലോ. ഉള്ള ജീപ്പിൻ്റെ ചെറോക്കി കാനഡ വന്നിട്ട് അധികം അങ്ങനെ കണ്ടിട്ടില്ല. നല്ല രസമുണ്ട്. അതിൻ്റെ ഉള്ളിൽ, നമ്മുടെ റിസോർട്ടിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു പൂളൊക്കെ ഉണ്ട്. ഒന്ന് പൂളിൽ ഇറങ്ങണം കുറച്ച് കഴിഞ്ഞിട്ട്. വണ്ടി ആകെ മൊത്തത്തിൽ പൊടിയും ചെളിയൊക്കെയാണ് ഈ ഓഫ് റോഡ് പോയതിൻ്റെ മൊത്തം. നാളെ വല്ലതും ഒന്ന് വാഷ് ചെയ്യണം ഇവിടുന്ന്. വരുന്ന വഴിക്ക് ഇതിൻ്റെ വീൽ കപ്പുകളെല്ലാം പോയി. 4 വീലിനും വീൽ കപ്പ് ഉണ്ടായിരുന്നു, എല്ലാം പോയി. ഇപ്പോൾ ഒന്നുമില്ല. ഉണ്ട്. ആപ്പിളാണോ അതോ പ്ലം ആണോ? എന്ത് ഇത് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നു. വല്ലാത്ത ഷേപ്പ്. ആപ്പിളാണെന്ന് തോന്നുന്നു. ഹലോ, ഹായ്. ഇവിടെ ഒരു പൂച്ചക്കുട്ടനെ കിട്ടിയിട്ടുണ്ട്. കിടക്കടാ. മലയാളമൊക്കെ അറിയുമോ? സ്പാനിഷ് അറിയുള്ളൂ തോന്നുന്നു. ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആൾ. നമുക്ക് പുള്ളി ചാടാൻ പോയാലോ? വരുന്നോ? ഇവിടെ പല ടൈപ്പിലുള്ള ആപ്പിളുണ്ട്. നീളത്തിലുള്ള ആപ്പിള് പല ഷേപ്പാണ്. അടുത്ത റൗണ്ടിൽ ഇത് ആപ്പിളല്ലെന്ന് തോന്നുന്നു, വേറെന്തോ കായാണ്. ഇതാണ് പൂള്. ഇനി ഒന്ന് കുളിച്ചിട്ട് വന്നിട്ട് പൂളിലൊന്ന് ചാടണം. ഞാൻ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറി ഒന്ന് കുളിച്ചിട്ട് വേണം ഒന്ന് ഇതിനകത്ത് പൂളിൽ ചാടാനായിട്ട്.